സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുടക്കില്ലെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ 3-4 മാസത്തെ കുടിശ്ശികയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഒളിച്ചുവെക്കേണ്ട ഒന്നല്ല. സർക്കാർ ഈ പണം നൽകും. മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി തുടരുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിസഭയിൽ അറിയിച്ചു. ഞങ്ങൾ കൊടുക്കുന്നത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോ പിന്നെ വളരെ വളരെ ഓപ്പൺ ആയിട്ടാണല്ലോ പറഞ്ഞത്. ബഡ്ജറ്റിനകത്ത് ഞങ്ങൾക്ക് 3-4 മാസത്തെ കുടിശ്ശികയുണ്ട്. പറയാതല്ലോ, രഹസ്യമായിട്ട് എവിടെയും ഈ ഒളിച്ചു വെച്ചില്ലല്ലോ. ഞങ്ങൾ ഈ പണം കൊടുക്കും. സാർ, ഈ പണം കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഈ സമരങ്ങളും ഈ പ്രക്ഷോഭവും ഈ കാര്യങ്ങളും വരുമാനം വർദ്ധിപ്പിക്കാനെല്ലാം നടക്കുന്നത്. 2500 രൂപ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലേക്ക് എത്തണമെങ്കിൽ കിട്ടാനുള്ളത് കിട്ടിയാൽ മതി സാർ, വേറൊന്നും വേണ്ട. മാവേലി സ്റ്റോറുകളിൽ ഈ 13 ഇനം വില കുറഞ്ഞ ഇനങ്ങളും, അതുപോലെ മാവേലി സ്റ്റോറിൽ ആളുകൾ വരുന്നത് 13 ഇനത്തിന് മാത്രമല്ല, മറ്റു സാധനങ്ങൾ വില കുറവാണ്. 10-15% വില കുറവാണ് പൊതുവിൽ. എല്ലാ സ്ഥലത്തും അതുണ്ടാവും. ഇവിടെ പറയുകയാണ് ഇതൊരു അഷുറൻസ്. ഇപ്പം അതിനകത്ത് പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഏതെങ്കിലും കാര്യം കള്ളം പറയാറുണ്ടോ സാർ? അല്ല, അതുകൊണ്ടൊന്നുമല്ല, ആ ഗുണമൊന്നുമല്ല. ശരി, നിങ്ങളും പ്രതിപക്ഷം ചില ഗുണങ്ങൾ ചെയ്യണ്ടേ സാർ? സാർ, പ്രതിപക്ഷം അദ്ദേഹത്തിന് തന്നെ ഒരു ഞെട്ടലാണ് സാർ. പ്രതിപക്ഷ നേതാവിന് ഞെട്ടല, ഞാനൊരു ഗുണം ചെയ്തല്ലോ എന്ന്. ഒരു ഗുണവും ചെയ്യണ്ടെന്ന് പറഞ്ഞാണോ അങ്ങ് വരുന്നത്? എന്തെങ്കിലും ഗുണമൊക്കെ ചെയ്യണ്ടേ? ഷീജ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷീജ, ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൃത്യമായ മറുപടി ചോദ്യങ്ങൾക്ക് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. ഏതായാലും കഴിഞ്ഞ 3 ദിവസമായി നടന്ന ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് ഇന്നിപ്പോൾ ധനമന്ത്രി ക്ഷേമ പെൻഷൻ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാല വിഷയം സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇപ്പോൾ മറുപടിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷന്റെ വിഷയത്തിൽ 3 മുതൽ 4 മാസത്തെ വരെ കുടിശ്ശികയുണ്ട്. അത് ഒളിച്ചു വെക്കേണ്ട ഒന്നല്ല എന്നുള്ള കാര്യവും മന്ത്രി പറയുന്നു. LDF സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിറവേറ്റുന്നതായിരിക്കും. നിലവിൽ ഈ ഉള്ള കുടിശ്ശികയും അത് കൃത്യമായി തന്നെ നൽകുന്നതായിരിക്കും എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ മന്ത്രി മറുപടിയിൽ വ്യക്തമാക്കിയത്. മറ്റൊന്ന് വിദേശ സർവകലാശാല സംബന്ധിച്ചുള്ള കാര്യമാണ്. കാലത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത് ഒരു പാർട്ടിയുടെ വിദേശ സർവകലാശാല സംബന്ധിച്ച് നയമായി സർക്കാർ എടുത്തിട്ടില്ല. ചർച്ചകൾ വേണമെന്ന് മാത്രമാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ചർച്ചകൾ പോലും പാടില്ല എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. പാർട്ടിയുടെ നയം അല്ല ഇത് എന്നുള്ള കാര്യവും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ പാർട്ടിയല്ല, സർക്കാരാണ് ചർച്ച മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏത് സ്ഥലത്തും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് 30,000-ഓളം കുട്ടികൾ രാജ്യത്തിന്റെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഈ ചർച്ചകൾക്ക് സർക്കാർ തുടക്കം കുറിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി ഇപ്പോൾ മറുപടിയിൽ വ്യക്തമാക്കിയത്. മന്ത്രിയുടെ മറുപടി സഭയിൽ തുടരുകയാണ്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ഇപ്പോഴും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സഭയിൽ മറുപടി തുടരുകയാണ്.